കല്യാണിയുടെ അമ്മയ്ക്ക് ഒരു സാധാരണ പനി വന്നതാ. അവരുടെ മരുന്ന് കഴിച്ചതിന് ശേഷം ഇങ്ങനെയായത്. ഇവരെ കണ്ടില്ലേ? അതുപോലെ കുറെ ആൾക്കാരുണ്ട് കോളനിയില്. ഏതോ ലാബിൽ പരിശോധനയ്ക്ക് അയക്കാൻ കുറച്ച് മരുന്ന് വേണമെന്ന് വൈകാദേവി എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാമ്പിന്റെ വണ്ടിയിൽ കയറി മരുന്ന് മോഷ്ടിച്ചത്. ഓ, ഈ വൈകാദേവി എവിടെ താമസിക്കുന്നത്? അതെനിക്കറിയില്ല. കുറത്തിക്കാവില് കുറിപ്പ് വെക്കും. അതിൽ പറയുന്ന സമയത്ത് എന്നാ കാണാൻ പറ്റും. തപാലിൽ അയക്കാൻ എന്നെ ഏൽപ്പിച്ചതാക്കാം അവര്. പക്ഷെ ഒരു കാര്യം, ഇനി കാണുമ്പോ അവരോട് പറയണം എനിക്ക് അവരെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. പിന്നെ അന്ന് നടന്നൊന്നും മനസ്സിൽ വെക്കരുത്. രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും കാണാത്തോണ്ട. തനിക്ക് കക്കാൻ മാത്രമല്ല രക്ഷപ്പെടാനും നല്ല കഴിവുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ സത്യമൊക്കെ മനസ്സിലായില്ലേ? ഇനി എനിക്ക് ആ ബാഗ് തിരിച്ചു തന്നൂടെ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈകാതെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. നേരിട്ട് വരാൻ പറയാം, ഞാൻ ബാഗ് തരാം. ശരി ശരി. അപ്പോ ഇതാണ് വൈകാദേവിയുടെ കാവിലമ്മ അല്ലേ? അല്ല, ഈ വൈകാദേവി കാർത്തുവിനുള്ള കുറിപ്പ് വെക്കുന്ന സ്ഥലം. ചുറ്റും ശത്രുക്കളാണ്, വരാൻ കഴിയില്ല. അതെ, നേരിട്ട് വന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്നാ ഏത് വെച്ചേക്ക്. എന്നെ വിശ്വാസമില്ലാത്തവരെ എനിക്ക് വിശ്വാസമില്ല. അതെ, കുറിപ്പ് വെച്ചിട്ട് അവരവിടെ. അത് ആരും ഇല്ലാത്തപ്പോഴാണ് അവര് കുറിപ്പ് വെക്കുന്നത്. എന്താ? അല്ല, ഇവിടെ എന്താ ഇങ്ങനെ സാരികൾ തൂക്കിയിട്ടേക്കണ? അതിവിടുത്തെ ആദിവാസികൾക്കിടയിലെ ഒരു വിശ്വാസ. ആരെങ്കിലും മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കന്യക രഹസ്യമായി കാവിലമ്മയുടെ മുമ്പിൽ വെച്ച് പുടവ കിട്ടിയ അവൾ ആഗ്രഹിക്കുന്ന പുരുഷനെ തന്നെ അവൾക്ക് വരനായി കിട്ടും. കൊള്ളാലോ. അപ്പൊ ഇവിടെ കുറെ ലവ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടായി കാണൂല്ലേ? പാവങ്ങൾക്ക് സ്വപ്നം കാണാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ വേണ്ടേ? എന്തായി? മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയോ? അത് പിന്നെ സാറേ, ഈ കിഡ്നി ഡാമേജ് ആക്കുന്ന തരത്തിൽ ഡ്രഗ്സ് എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പരീക്ഷണ മരുന്ന് കഴിച്ചത് മൂലം വേണം തെളിയിക്കാൻ. മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട്സ് എന്ത് പോരാ? സാമ്പിൾസ് ഡൽഹിക്ക് അയച്ചോ? അതൊക്കെ അപ്പൊ തന്നെ. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി. അതൊക്കെ അപ്പൊ തന്നെ. സാമ്പിൾ മെഡിസിന്റെ സീഡിൽ നിന്നുള്ള റിപ്പോർട്ട് വരട്ടെ, നോക്കാം. എല്ലാത്തിനും കാരണം വഴക്കാളി ദേവി. എന്ത് സാറേ, വൈകാദേവി അവരുടെ ഒടുക്കത്തെ ഒരു ആർട്ടിക്കിള്. അതിലാണല്ലേ നമ്മൾ ഈ പെടാപ്പാടെല്ലാം പെടുന്നത്. സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത്രയ്ക്ക് മൂർച്ചയാ ആ പെണ്ണുപിള്ളയുടെ വാക്കുകൾക്ക്. അങ്ങനെ പറയല്ലേ വെങ്കടി സാറേ. അവരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. എന്നുവെച്ചാ കാർത്തൂന് നന്നായി അറിയാം അവരാരാണെന്ന്. എനിക്കറിയാം വൈകാദേവിയെ. ആദിവാസി ക്ഷേമത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സാമൂഹ്യ പ്രവർത്തകരായിരുന്നു വൈകാദേവിയുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ അവർക്ക് കൂട്ടുണ്ടായിരുന്നത് സാധാരണക്കാരായ ആദിവാസികളായിരുന്നു. മുൻപൊരിക്കൽ കൊടിഞ്ഞിയിൽ ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന പ്രക്ഷോഭം നടക്കുമ്പോ വൈകാദേവിയുടെ കൺമുന്നിൽ വെച്ച അവളുടെ മാതാപിതാക്കൾ ചുട്ടരിക്കപ്പെട്ടത്. കരഞ്ഞ കണ്ണുകൾ അവൾ തുടച്ചില്ല. പകരം അച്ഛനമ്മമാർ തുടങ്ങി വെച്ചത് അവൾ തുടർന്നു. അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെയുള്ള പോരാട്ടമായിരുന്നു അവളുടെ ജീവിതം. വെങ്കടി സാറ് പറഞ്ഞത് ശരിയാ. അവളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടും. കാരണം എഴുതുന്ന ഓരോ വാക്കിലും അവൾ കാണുന്നത് കണ്ണിന് മുന്നിൽ വെന്തുരുക്കി സ്വന്തം അച്ഛനെ അമ്മയും തന്നെയാ. അല്ല സാറേ, ഇതിപ്പോ ഈ കുട്ടിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? വൈകാദേവിയെ കുറിച്ച് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞാൽ ഫീൽ ചെയ്യില്ല വെങ്കടി സാറേ? വൈകാദേവിയോ? ഞാൻ ആ കൊച്ചിനോടല്ലേ പറഞ്ഞത്. താനാ കണ്ണുകളിൽ കാണുന്നത് ഒരു കാട്ടുപെണ്ണിന്റെ പേടിയാണോ? താനിപ്പോ കേട്ടത് ഒരു കാട്ടുപെണ്ണിന്റെ ഭാഷയാണ്. അത് അവള് തന്നെയാണോ വൈകാദേവി എന്നറിയപ്പെടുന്ന കാർത്തു? വൈകാദേവി എന്നത് അവളുടെ അമ്മയുടെ പേരാണ്. തന്റെ യഥാർത്ഥ പേര് മറച്ചു വെക്കുന്നത് പേടി കൊണ്ടല്ല, ഇവിടെ നടക്കുന്ന അനീതികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അവളൊരു ഫയർ ബ്രാൻഡ് ബ്രീഡാണ്. എ റയർ സ്വീറ്റ് ബ്രീഡ്.
ചിരി എഴുതാം, വഴികളിൽ തണൽ മരമാകാം. ഇരുകോണിൽ നിന്നും ഇല പോലെ നമ്മൾ തെളിനീരിൽ മെല്ലെ അലകളിൽ ഒഴുകി വന്നിനി അരികെ ഒരു മൊഴി പറയാം, ഉരുകിയ മനമിനി തഴുകാം. മിഴികളിൽ ഒരു ചിരി എഴുതാം, വഴികളിൽ തണൽ മരമാകാം. പുലരുളിയുടെ പുടവകളണിയണം വനനിരയുടെ താഴ്വാരം. ഒരു കിളിയുടെ ചിറകടി നിറയണം മധുരിതമിരുക്കാതോരം. മൂവന്തിയോളം നീ ഒരുമിച്ചു കൂടെ ജീവന്റെ ഉൾപ്പൂവിൽ നറുമഞ്ഞു പോലെ പറയാനാകാതെ അകതാരിൽ താനേ നിറയുന്നു എന്തോ. ഇരുവരും ഒരു മൊഴി തിരയുകയോ, ഒരു മൊഴി പറയാം, ഉരുകിയ മനമിനി തഴുകാം. മിഴികളിൽ ഒരു ചിരി എഴുതാം, വഴികളിൽ തണൽ മരമാകാം. വനനദിയുടെ പുതിയൊരു കരവര സ്വയമൊഴുകുകയല്ലേ നാം. മിഴിയോടു മിഴിത്തുഴയണ വഴികളിൽ കനവുകളുടെ ചങ്ങാടം. ഏകാന്തമീ എൻ്റെ ഉയിരിൻ്റെ ആഴം. താനേ തൊടുന്നു നീ മഴത്തുള്ളി പോലെ. മൊഴിയേക്കാളേറെ മധുവാകും മൗനം, ഇരവാകും നേരം. ഇരുമനമെരിയുമിതൊരു കനലായി ഒരു മൊഴി പറയാം, ഉരുകിയ മനമിനി തഴുകാം. മിഴികളിൽ ഒരു ചിരി എഴുതാം, വഴികളിൽ തണൽ മരമാകാം. ഇരുകോണിൽ നിന്നും ഇല പോലെ നമ്മൾ തെളിനീരിൽ മെല്ലെ അലകളിൽ ഒഴുകി വന്നിനി അരികെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുമ്പോ വേണം ഈ മസാല ഇങ്ങനെ വീശി വിതറാൻ. അപ്പൊ ഒരു മണം വരും. വരുത്തിട്ട് നല്ല ടേസ്റ്റ് ആയത് തോന്നണ്ട സാറേ. ആരത്? കറക്റ്റ് ടൈമിനാ വന്നേ. ഇതെന്താ അടുക്കളയിൽ പരിപാടി? ചിക്കൻ കറിയിൽ ചെറിയൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, ഓ സാറേ സൂപ്പർ, നന്നായിണ്ട്. താങ്ക് യു. സാറ് കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി എന്തായാലും ഭാഗ്യമുള്ളവളാ. ഡെയിലി നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. ആണോ? എന്താ? അല്ല, ലക്ഷണം കണ്ടിട്ട് ദിവസവും ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി വരുമെന്നൊരു സംശയം. ആണോ? എങ്ങനെയുണ്ട്? അത് തന്നെയാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു. കാർത്തൂന് കുക്കിംഗ് അറിയോ? ഇല്ല. ഇല്ല, നന്നായി. എനിക്ക് പൊതുവെ ഹോട്ടൽ ഫുഡാണ് ഇഷ്ടം. അതാവുമ്പോ ബില്ല് മാത്രം കൊടുത്താൽ മതിയല്ലോ. താ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ചിലരുടെയൊക്കെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. ആരുടെ കള്ളത്തരം? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ ഒളിച്ചകളി ഞാൻ കണ്ടുപിടിച്ചു എന്ന്.
ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ആളെയാണ്. അതെന്റെ ബാഗ്. ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. കല്യാണിയുടെ അമ്മയെ സഹായിച്ചതിന് എനിക്ക് സമ്മാനം കിട്ടി. ഇവിടുത്തെ അന്വേഷണം നിർത്തി പോന്നോളാൻ പറഞ്ഞു. ആ, എന്റെ ഫൈൻഡിങ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വൈകാദേവിക്ക് കൊടുക്കണം. അപ്പോ വൈകാദേവിയെ കാണണ്ടേ? ആ, വൈകാദേവി കാണാതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. തന്നെ ഇനി എങ്ങനെ കാണുന്ന ഓർത്താ വിഷമം. എന്നെയോ? ആ, എന്തിന്? അല്ല, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? ആ, പോകുന്നതിന് മുമ്പ് കാളിയമ്മയുടെ കാവല് വരണം. വൈകാദേവി അവിടെ ഉണ്ടാവും. നേരിൽ കാണാം. കറുത്തുണ്ടാവും. ആഹാ, ഇത് കുറെ നേരം ആയല്ലോ. ഈ വൈകാദേവി കാണാൻ പോണേന് ഇത്രയേറെ ഒരുക്കങ്ങൾ വേണം. കേട്ടിട്ടില്ലേ? ഹാപ്പിനെസ് ഇസ് നോട്ട് ഔട്ട് ദയർ, ഇറ്റ്സ് ഇൻസൈഡ് യു. അല്ല, എനിക്കറിയാൻ മേലെ ഞാൻ ചോദിക്കുക, ഇതിലെന്താ അത്ര സന്തോഷിക്കാൻ? ഈ വൈകാദേവിയെ കാർത്തുന്ന സാറിന് നേരത്തെ അറിയാവുന്നതല്ലേ? അതല്ലടോ അതിന്റെ ഒരു രസം. കാർത്തു തന്നെയാണ് വൈകാദേവി എന്ന കാര്യം എനിക്കറിയാം. അതെനിക്ക് മനസ്സിലായെന്ന കാര്യം അവൾക്കും അറിയാം.